ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് ഗ്ലോബൽ ക്യൂസ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് വന്നപ്പോൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെൻറ്റവും ജപ്പാൻ്റെ ഇൻഡെക്സ് 9% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സ് വളരെയധികം ഇടിഞ്ഞിരുന്നു. നാസ്ഡാക്ക് 3.15%, S&P 2.73%, ഡോ ജോൺസ് 2.38% ഇടിഞ്ഞു. യൂറോപ്യൻ ഇൻഡിസസിൽ ഡാക്സ് 1.86, CAC 1.4, ഫഡ്സെ 2.08% ഇടിഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ ഹെവി കറക്ഷന് ശേഷം ഇന്ന് ജപ്പാൻ്റെ മാർക്കറ്റിൽ ഒരു നാച്ചുറൽ പുൾ ബാക്ക് കാണുന്നുണ്ട്. ജപ്പാൻ്റെ ഇൻഡെക്സ് 9% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കൊറിയൻ ഇൻഡെക്സിൽ 3.34%, തൈവാൻ ഇൻഡെക്സിൽ 3.32% അപ്സൈഡ് പ്രകടമാണ്. ഇവിടെ വളരെയധികം ഇവിടെ ഗ്ലോബൽ മാർക്കറ്റിനെ അസ്ഥിരമാക്കുന്ന രീതിയിലുള്ള വളരെയധികം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമൂറ സെക്യൂരിറ്റീസ് പറയുന്നത് ഈ ആഴ്ച മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരിക്കും എന്നാണ്. ജപ്പാൻ്റെ കറൻസിയായ യെൻ ശക്തി പ്രാപിക്കുന്നത് ജപ്പാനീസ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ജപ്പാൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട പോളിസി റിവൈസ് ആക്കിയതും ജപ്പാൻ്റെ ഇൻഡെക്സിൽ വളരെയധികം വോളറ്റൈലിറ്റി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ 3% ഇടിവ് വന്നതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെ എക്കണോമി റിസഷനിലേക്ക് നീങ്ങിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ്. അതോടൊപ്പം തന്നെ പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റിൻ്റെ ആപ്പിൾ എന്ന കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് പകുതിയായി വെട്ടിച്ചുരുക്കുകയും ചെയ്തു. വാറൻ ബഫറ്റിൻ്റെ ക്യാഷ് ബാലൻസ് $277 ബില്യൺ ഉയർന്നു. മാർക്കറ്റിൽ ചിലരെങ്കിലും ഫോളോ ചെയ്യുന്ന വാറൻ ബഫറ്റ് ഇൻഡിക്കേറ്ററും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും വരും ദിവസങ്ങളിലും പ്രകടമാകാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ വാല്യൂഷൻ 10 വർഷത്തെ ആവറേജ് വാല്യൂഷനായ 21 എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഗുഡ് ക്വാളിറ്റി സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡിൻ്റെ വില $76.88 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. ഗോൾഡിൻ്റെ വില 1.57% ഇടിയുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 10,000 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 9,155 കോടിയുടെ ബൈയിങ് നടത്തി. ബംഗ്ലാദേശിൽ ഉയർന്നു വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസ്റ്റേബിലിറ്റി മൂലം ഇന്ന് FMCG സെക്ടറിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ എക്സ്പോസറുള്ള ചില സ്റ്റോക്കുകളിലും ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ഇമാമി, മാരിക്കോ, ഡാബർ തുടങ്ങിയ FMCG കമ്പനികൾക്ക് ബംഗ്ലാദേശ് മാർക്കറ്റിൽ സ്ട്രോങ് പ്രസൻസ് ആണുള്ളത്. അതുപോലെ തന്നെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനും ബംഗ്ലാദേശ് മാർക്കറ്റിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. ബംഗ്ലാദേശിൽ ഉയർന്നു വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഈ സ്റ്റോക്കുകളെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. അദാനി എനർജി സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി 8,373 കോടി രൂപ QIP വഴി റൈസ് ചെയ്തിട്ടുണ്ട്. അദാനി എനർജി സൊല്യൂഷൻസിൻ്റെ QIPക്ക് ഉയർന്ന ഡിമാൻഡ് ലഭിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. പവർ മെക് പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 111 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു. ഇനി മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന് ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത് ഭാരതി എയർടെൽ. മികച്ച ക്വാർട്ടർലി റിസൾട്ട് ഭാരതി എയർടെൽ കാഴ്ചവെച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 128% ഉയർന്നു. 3,661 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 4,717 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് 2,068 കോടിയിൽ നിന്നും 4,717 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 2.4% വർദ്ധിച്ച് 37,599 കോടിയിൽ നിന്നും 38,506 കോടിയിലേക്ക് എത്തി. എബിറ്റ 1.8% വർദ്ധിച്ച് 19,365 നിന്നും 19,708 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 51.5 നിന്നും 51.2 ചുരുങ്ങുകയും ചെയ്തു. ടാറ്റ കെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 67% ഇടിയുകയും റവന്യൂ 10% ഇടിയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 587 കോടിയിൽ നിന്നും 190 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. 192 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. റവന്യൂ 10% ഇടിഞ്ഞ് 4,218 കോടിയിൽ നിന്നും 3,789 കോടിയിലേക്ക് എത്തി. എബിറ്റ 44% ഇടിഞ്ഞ് 1,043 കോടിയിൽ നിന്നും 574 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 24.7% നിന്നും 15.14% ഇടിയുകയും ചെയ്തു. ദീപക് നൈട്രേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ടാറ്റ കെമിക്കൽസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 35% വർദ്ധിച്ച് 180 കോടിയിൽ നിന്നും 203 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 210 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. റവന്യൂ
23% വർദ്ധിച്ച് 1768 നിന്നും 2167 കോടിയിലേക്കെത്തി. എബിറ്റ 47% വർദ്ധിച്ച് 210 കോടിയിൽ നിന്നും 350 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 11.9 നിന്നും 14.3 ഉയരുകയും ചെയ്തു. ത്രിവേണി ടർബൈനും BEMLൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ത്രിവേണി ടർബൈനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ച് 61 കോടിയിൽ നിന്നും 80 കോടിയിലേക്കെത്തി. റവന്യൂ 23% വർദ്ധിച്ച് 376 കോടിയിൽ നിന്നും 463 കോടിയിലേക്കെത്തി. എബിറ്റ 71 കോടിയിൽ നിന്നും 95 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 18.9 നിന്നും 20.5 മെച്ചപ്പെടുകയും ചെയ്തു. അതേസമയം BEMLൻ്റെ ക്വാർട്ടർ 1 റിസൾട്ടിൽ കമ്പനി 75 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 70 കോടി രൂപയുടെ ലോസിലേക്ക് എത്തി. കൂടാതെ കമ്പനിയുടെ എബിറ്റ ലോസ് 50 കോടിയിൽ നിന്നും 50 കോടി രൂപയുടെ ലോസിലേക്ക് എത്തുകയും റവന്യൂ 9.9% വർദ്ധിച്ച് 577 കോടിയിൽ നിന്നും 634 കോടിയായി ഉയരുകയും ചെയ്തു. മദർസൺ സുമി, BLS ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും ഡീസൻ്റാണ്. മദർസൺ സുമിയുടെ നെറ്റ് പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 123 കോടിയിൽ നിന്ന് 149 കോടിയിലേക്കെത്തി. അതേസമയം അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ മിസ് ചെയ്തു. 165 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 16% വർദ്ധിച്ച് 1872 കോടിയിൽ നിന്നും 2185 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ 14.9% വർദ്ധിച്ച് 208 കോടിയിൽ നിന്നും 239 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 11% നിന്നും 10.9% ഇടിയുകയും ചെയ്തു. BLS ഇൻ്റർനാഷണലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 70% ഉയർന്നു. 71 കോടിയിൽ നിന്നും 121 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. റവന്യൂ 29% വർദ്ധിച്ച് 383 കോടിയിൽ നിന്നും 493 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 20.7% നിന്നും 27.2% ഉയരുകയും ചെയ്തു. BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനി 2000 കോടി രൂപയുടെ ഫണ്ട് QIP വഴി റൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്